പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയുമൊക്കെയായ കെ ബാബുരാജ് അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിലെ സ്ഥിരം കോളമായിട്ടുള്ള അപരപ്രിയം എന്നുള്ള കോളത്തിൽ വിശപ്പിൻ്റെ പേരിൽ കർത്തൃത്വ നിഷേധം എന്ന ഒരു ലേഖനം കഴിഞ്ഞ ദിവസത്തെ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ലേഖനം വന്നതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും ഒക്കെ ആക്രമണം അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടത് സൈബർ പോരാളികളിൽ നിന്ന് കുറേ ദിവസങ്ങളായിട്ട് വലിയ തോതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിശപ്പ്, മതം ഒക്കെ. കൊടുങ്ങല്ലൂർ നടന്നിട്ടുള്ള ആ യോഗത്തിൽ വെച്ചിട്ട് സണ്ണി മാഷയുടെ ഒരു പ്രസംഗം വളരെ പ്രധാനമായിട്ടുള്ള പ്രസംഗമായിരുന്നു. കപ്പ പുഴുങ്ങി കൊടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വിശപ്പ് ആണെങ്കിൽ എന്നാൽ പിന്നെ അത്ര മതിയല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഡിഗ്നിറ്റിയാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് അത് ആ ഒരു രീതിയിൽ വളരെ ഗൗരവത്തിലുള്ളൊരു പ്രസംഗം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിന് കുറച്ച് മുമ്പ് ആയിട്ട് മതമല്ല പ്രശ്നം, മതമല്ല പ്രശ്നം എന്നുള്ള രീതിയിലുള്ള ചർച്ച CPM ഈ പിണറായി വിജയൻ നിന്നടക്കം വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അവരുടെ പ്രധാന ഒരു മുദ്രാവാക്യമാക്കിയിട്ട് അവർ വെക്കുന്ന ഒരു സാധനമായിട്ടത് മാറുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് KM ഷാജി മതമാണ് പ്രശ്നം എന്ന് ഒരു പൊതുയോഗത്തിൽ വെച്ച് പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം ഒരു പക്ഷേ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സ്വത്ത് പ്രശ്നം അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന അപരവൽക്കരണവും അല്ലെങ്കിൽ ഈ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണമൊക്കെ അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഷാജിയെ പോലെ ഒരാളിൽ നിന്ന് അത്തരം വാക്കുകൾ വരിക എന്നുള്ളത് അല്ലെങ്കിൽ മതമാണ് പ്രശ്നം എന്നുള്ളത് പറയുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. കാരണം ഇത് അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചോളം മതവും ജാതിയും ഒക്കെ ആ രീതിയിലുള്ള വലിയ അപരത്വവൽക്കരണം അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ അരിക് മാറ്റി നിർത്തപ്പെടുക, അതുപോലെ എല്ലാ രീതിയിലുള്ള അവസര നിഷേധങ്ങൾ, അധികാരത്തിൽ നിന്നുള്ള എല്ലാ മാറ്റി നിർത്തലുകൾ അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതവും ഒക്കെ പ്രശ്നം തന്നെയാണ്. മുമ്പ് കേരളത്തിൽ പിന്നെ ഒരു പാഠ്യപദ്ധതിയിൽ ഒരു പാഠം തന്നെ മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞിട്ടൊരു സിലബസിൽ ഉൾപ്പെടുത്താനുണ്ടായി. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരികയും അത് മാറ്റി പാഠ്യപദ്ധതിയിൽ നിന്ന് അത് നീക്കി വെക്കേണ്ടുന്നൊരു നിലയിലേക്കും പോയി. അന്നും ഈ രീതിയിൽ വലിയ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. വളരെ ശക്തമായിട്ട് ചർച്ചകൾ ആ ഒരു കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഇത് എപ്പോഴും നടക്കുന്നുണ്ട്. ഇതിന് മുമ്പേ നമ്മൾ സൂചിപ്പിക്കേണ്ടായി മറ്റേ KN പറഞ്ഞ് പിന്നെ ഗുജറാത്തിലേക്ക് പോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് പിന്നെ മതമല്ല വിശപ്പാണ് പ്രശ്നം. ഒരു പക്ഷേ വർഗരാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ആ രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ അവർക്കത് പറയാൻ കഴിയുമായിരിക്കും പിന്നെ മതമല്ല പ്രശ്നമെന്ന്. പക്ഷേ വിശപ്പിൻ്റെ അപ്പുറത്ത് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മനുഷ്യരെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഈ വിദ്വേഷ പ്രചാരണങ്ങളുടെയൊക്കെ അവർ മാറ്റി നിർത്തലുകളുടെയൊക്കെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മതവും ജാതിയും പ്രശ്നമാണ് എന്ന് അവർക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് വളരെ സ്വാഭാവികമാണ്. എങ്ങനെയാണ് ബാബു ഈ വിഷയത്തെ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ലേഖനത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ മറ്റൊന്നും കൂടി ഒരു കാര്യം കൂടി, ബാബുവിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ കണ്ടു, പുതിയതായിട്ടൊരു പോസ്റ്റ് 2020 മടിക്കയിലെ CPM പുറത്തു വിട്ടിട്ടുള്ള പിന്നെ CPMൻ്റെ ഒരു പോസ്റ്റാണ്. അത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ഭൂമി പൂജ ഉത്തർപ്രദേശ് അധികൃതരും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരും ചേർന്ന് ഏറ്റെടുത്തത് സുപ്രീം കോടതി വിധിക്കും ഭരണഘടനയുടെ അന്തസത്തയ്ക്കും വിരുദ്ധം എന്ന് പറയുന്ന പോസ്റ്റിനോട് ചേർന്നിട്ട് കമൻറ്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട്, പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ, ആ രീതിയിലുള്ളൊരു മുദ്രാവാക്യമൊക്കെ. അപ്പോൾ ഇത് CPMൻ്റെ ഇത്തരം ഈ ഒരു നിലപാടുകൾ അവർ ഓരോ സമയത്തും എടുക്കുന്ന നിലപാടുകൾ ആണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഈ പോസ്റ്റ് ഈ കെ ബാബുരാജിൻ്റെ ഈ ലേഖനം വിമർശിക്കപ്പെടാനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കാരണമായിരുന്നു. അതിൽ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഇതിൽ വിമർശനമായിട്ട് CPM ഹാൻഡിലുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ആ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ബാബരി മസ്ജിദ് തകർക്കാനായി ഹിന്ദുത്വർ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പള്ളിയല്ല മറിച്ച് പള്ളിക്കൂടമാണ് വേണ്ടത് എന്നായിരുന്നു മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം.
അതിന് തുടർച്ചയിലുള്ള വഞ്ചനാത്മകമായ മറ്റൊരു വാചാടോപം മാത്രമാണ് മതമല്ല ഇരിക്കുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്ന പ്രചാരണം. ഈ പോയിന്റ് കേന്ദ്രീകരിച്ചിട്ടാണ് കെ ബാബുരാജിനെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബരി മസ്ജിദിലെ CPMൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടല്ല പലരും ഈ കാര്യങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അമ്പിയ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഒരു ഗാനം, അതായത് ആളുകളൊക്കെ ആവർത്തിച്ച് CPM ഹാൻഡിലുകൾ പറയുന്ന മതമല്ല പ്രശ്നം എന്നൊക്കെ പറയുന്ന ഈ ഹാൻഡിൽ, അതുപോലെ പള്ളിയല്ല മറിച്ച് പള്ളിക്കുളമാണ് വേണ്ടതെന്ന് പറയുന്ന പാട്ടുകളൊക്കെ തികച്ചും വ്യത്യസ്തമായ പല സാഹചര്യത്തിലായിരിക്കാം അത് മലയാളികളുടെ ഉള്ളിലേക്ക് വന്നതെന്ന് ഞാനും വിചാരിക്കുന്നു. ഒരുപക്ഷെ CPM ഹാൻഡിലുകൾ പറയുന്നത് പോലെ വേറൊരു സാഹചര്യത്തിലായിരിക്കും അത് വന്നിട്ടുള്ളത്. ഷംബി ഇപ്പം ചൂണ്ടിക്കാണിച്ച ആ മടിക്കൈ CPIMൻ്റെ മടിക്കൈ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ബാബറി മസ്ജിദ് പ്രശ്നത്തെ മനസ്സിലാക്കാനും അവരുപയോഗിക്കുന്ന ടൂള് ഈ പറയുന്ന മതമല്ല പ്രശ്നം എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അതായത് മതമാണ് അവിടെ ഇവിടെ ഹിന്ദുത്വരാണ് അവിടെ ആക്രമണം നടത്തുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണം മതപരമായ വിവേചനമാണ്. ഈ വിവേചനത്തെ അവർ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂള് ഈ പറഞ്ഞ മതമല്ല എന്ന പ്രശ്നം. അപ്പം എവിടെ നിന്നാണോ ഈ പാട്ട് അല്ലെങ്കിൽ ഈ മുദ്രാവാക്യം രൂപം കൊണ്ടത്, അവിടെ അല്ല ഈ മുദ്രാവാക്യം നിലനിൽക്കുന്നത് എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പറയുമ്പോൾ ബാബുരാജ് പറയുന്ന പോയിന്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനി അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞ് നമ്മൾ എന്താണ് CPMൻ്റെ അയോധ്യ, ബാബറി മസ്ജിദ് ധ്വംസനം തുടങ്ങിയ കാര്യങ്ങളിൽ CPMൻ്റെ നിലപാട്, EMSൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളൊരു ലഘുവായി പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുന്നേ അംബികയ്ക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, അംബിക DYFI പ്രവർത്തകയായിരുന്നു. ഈ പാട്ട് എപ്പോഴാണ് പാടിയിരുന്നത്? ഈ പാട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഒരു കാൽനട ജാഥയിൽ നമ്മൾ ഈ ഒരു പാട്ട് പാടുന്നുണ്ട്. അതുപോലെ 96 ആ കാലത്തൊക്കെ ആയിരിക്കും. ആ കാലത്തൊക്കെ ഞാൻ ആ കാലത്ത് വരെ ഉള്ളൂ ഞാൻ. അപ്പം അതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിട്ടായിരിക്കും. അതിൻ്റെ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് അതിൻ്റെ ഒരു ഓർമ്മ. ഞാനിത് പല സ്ഥലങ്ങളും അന്വേഷിച്ച് നോക്കി പാട്ട് യഥാർത്ഥത്തിൽ എന്താണ് വന്നതെന്ന് അറിയാൻ വേണ്ടി. പാട്ട് എന്നാണ് വന്നതെന്ന് എനിക്കത്ര വ്യക്തമായി മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ബാബറി മസ്ജിദ് പ്രശ്നത്തെ മനസ്സിലാക്കാനും അതിന് വിശദീകരിക്കാനും അവർ ഈ പാട്ട് പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മതപരമായ സ്വത്വത്തെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വിവേചനത്തെ അവർ പ്രതിരോധിക്കുമ്പോൾ, മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരും പ്രതിരോധിക്കുമ്പോൾ അതിനെതിരെ ഒരു ആയുധമായിട്ടാണ് ഇന്ന് അവർ ഉപയോഗിക്കുന്നത്. നേരത്തെ ബജറ്റ് ചർച്ചയിൽ പോലും ഇത് ഉപയോഗിച്ചു. ഇതേ കാര്യം ബജറ്റ് ചർച്ചയിൽ ഉപയോഗിച്ചു. നമ്മൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തുകയും ചെയ്തിരുന്നു. അത് ഈ നമ്മളുടെ സണ്ണീം കബിക്കാടിൻ്റെ കൊടുങ്ങല്ലൂർ പ്രസംഗത്തിന് ശേഷം ഇത് വീണ്ടും ചർച്ചയിലേക്ക് വന്നു. മാറ്റി വയ്ക്കുക. നമുക്ക് എന്താണ് CPMലേക്ക് തിരിച്ചു പോവുക. എന്താണ് CPMൻ്റെ ബാബറി മസ്ജിദ് പ്രശ്നത്തിലെ നിലപാട്? കുറേ സന്ദർഭങ്ങൾ എടുത്തിട്ട് ഇത് വിശദീകരിക്കാൻ പറ്റും. നമ്മുടെ മുന്നിൽ പല ഘട്ടങ്ങളിൽ CPM ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റെലവൻ്റായ 2-3 വർഷങ്ങളിലുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. 1981 ഫെബ്രുവരി 17 VT ഇന്ദുചൂഡൻ എന്ന് പറയുന്ന CPMൻ്റെ നേതാവ്, അദ്ദേഹം ദേശാഭിമാനിയുടെ മുഖ്യപത്രാധിപരായിരുന്നു, CPM നേതാവായിരുന്നു. പിൽക്കാലത്ത് സംഘപരിവാർ അനുയായിയായിട്ട് പോയിട്ടുള്ള ഒരാളാണ്. ഒരു പക്ഷേ ആ കാലത്തെ സംഘപരിവാർ വൃന്ദത്തിൽപ്പെട്ട ആളും കൂടിയാണ്, അല്ലെങ്കിൽ സംഘപരിവാർ മനോഭാവമുള്ള ഒരാളും കൂടി ആയിരിക്കാം VT ഇന്ദുചൂഡൻ. എന്തായാലും പിന്നീട് അദ്ദേഹം സംഘപരിവാർ പക്ഷത്തേക്ക് മാറിയതായിട്ടാണ് നമ്മൾ അറിവ്. അദ്ദേഹം 1981 ഫെബ്രുവരി 17 മാതൃഭൂമിയിൽ ഒരു യാത്രാ വിവരണം എഴുതുകയുണ്ടായി. ഞാനത് കണ്ടിട്ടുണ്ട്. 5 ലക്കങ്ങളായിട്ടാണ് യാത്രാ വിവരണം ഉള്ളത്. ഈ ഡേറ്റിലാണ് അത് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് 5 ലക്കമാണ്. ഇതിൽ അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹം അയോധ്യയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീരാമൻ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പോലും അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഗാന്ധിയാണ് സാകേതം എന്നാണ് അതിന്റെ പേര് തന്നെ. സാകേതം എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീരാമനെ കേന്ദ്രീകരിച്ചുള്ളൊരു രാഷ്ട്രീയം കെട്ടിപ്പടുത്തുന്ന ഒക്കെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നൊരു സമയത്ത് ആ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ അദ്ദേഹം അയോധ്യയിൽ കടന്നു പോകുന്നു. അപ്പം നാം പ്രതീക്ഷിക്കുക അദ്ദേഹം അയോധ്യയെ കേന്ദ്രീകരിച്ചിട്ട് ഒരു ആഖ്യാനത്തിന് വേണ്ടിയായിരിക്കും ഇത് പറഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മളത് വായിച്ചു വരുമ്പോൾ അയോധ്യയെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല. മറിച്ച് അദ്ദേഹം അവിടെ ഒരു മുസ്ലിം, ഇവിടെ ഒരു പള്ളി ഉണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഒന്നിനും പള്ളി ഇവിടെ ഉണ്ടല്ലേ എന്ന് പറയുന്നതായിട്ടാണ് അതിലുള്ളൂ. എന്ന് പറഞ്ഞാൽ അയോധ്യ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ ഹിന്ദുത്വർ ബാബറി മസ്ജിദിനൊരു ദേശീയ
പ്രശ്നമാക്കി അവർ ഉയർത്തിയിട്ടില്ല. അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ അങ്ങനെയില്ല. വീട്ടിൽ ചിന്തിച്ചുടനെ അവിടെ പോകുന്ന സമയത്തും ഒരു ഹിന്ദുത്വ വൽക്കരിക്കപ്പെട്ട ഒരു ഇടതുപക്ഷക്കാരനായിട്ട് പോലും അദ്ദേഹത്തിനും ആ ഒരു കാഴ്ചപ്പാട് ബാബറി മസ്ജിദിനോട് 1981 ഇല്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം ശ്രീരാമനെ കുറിച്ച് പോലും സംസാരിക്കുന്ന സമയത്തൊക്കെ എഴുതി വെക്കും. സഹേദം എന്ന് പറയുന്ന ഒരു ലേഖനം സ്വാഭാവികമായിട്ടും വരേണ്ടത്. ഇതൊന്നും അതിൽ കാണുന്നില്ല. അടുത്ത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ്, അംബികയ്ക്ക് ഓർമ്മയുണ്ടോ? അംബിക തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ നന്നായി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. CPM ഉള്ള സമയത്ത് 1957 തെരഞ്ഞെടുപ്പ് അംബികയ്ക്ക് നല്ല ഓർമ്മയുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 87 ഒരു വിവാദമുണ്ടായി. അത് കുറച്ച് നേരത്തെ നമ്മൾ ഇതിന് മുന്നേ സംസാരിക്കുമ്പോൾ അംബികയെ കുറിച്ച് പറയുകയും ചെയ്തു. 1987 ജനുവരി 13 മലപ്പുറം ജില്ലയിൽ 3 സ്ഥലങ്ങളിൽ EMS പ്രസംഗിച്ചു. ഈ പ്രസംഗം പിറ്റേ ദിവസം, അതായത് 14 മാതൃഭൂമി ഈ പ്രസംഗം റിപ്പോർട്ട് ചെയ്തു. എങ്ങനെയാണ്? ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണം, 2 കുത്ത് EMS. ഇത് അംബികയായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് മാതൃഭൂമി തെറ്റായ രീതിയിലാണ് ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്ത്. അത് അംബിക ഇത് നമ്മള് മറ്റേ മറുവാക്കിന് വേണ്ടിയിട്ട് മറ്റേ PM ഹരി സാറിന്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണമെന്നാണ് EMS പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ റിപ്പോർട്ടിംഗ് ആണ്. ഇത് പിൽക്കാലത്തും ഇതൊരു വിവാദമായിട്ടുണ്ട്. വിവാദമായതിനു ശേഷം ദേശാഭിമാനി തന്നെ ഇത് പുനഃപ്രസിദ്ധീകരിച്ചു. ഈ വാർത്ത നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്, ഇത് ശരിയല്ല, EMS ഇങ്ങനെയല്ല പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ ഇനി 87 ശരിയായ പ്രസംഗം എന്തായിരുന്നു ഞാൻ പറയാം. അപ്പോൾ ഈ ശരിയായ പ്രസംഗം നടത്തുന്നത് 3 സ്ഥലത്താണെന്ന് പ്രസംഗിച്ചത്. ഒന്ന് തിരൂരാണ്, ഒന്ന് പൊന്നാനിയാണ്, ഏലംകുളത്ത്. 3 സ്ഥലത്താണ്. ഈ 3 സ്ഥലത്തെ പ്രസംഗത്തിലും ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണമെന്ന് EMS പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ ഇനി തെറ്റല്ലാത്ത രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രസംഗിച്ച് നോക്കാം. അദ്ദേഹം പറഞ്ഞത് സേട്ടും RSSും തമ്മിൽ പടവെട്ടുകയാണ്. ബാബറി മസ്ജിദിന്റെ പേരിൽ അവർ 2 കൂട്ടർ, അതായത് സേട്ടു എന്ന് പറയുന്നത് മുസ്ലിം പക്ഷം നേതൃത്വമാണ്, അതുപോലെ തന്നെ RSS എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ പക്ഷം. ഇവർ തമ്മിലുള്ള തർക്കമാണ് ബാബറി മസ്ജിദ് എന്നാണ് ആ പ്രസംഗത്തിന്റെ ഒരു ദിശ. മറ്റൊന്ന്, ആരാധനാലയത്തിന്റെ പേര് ഇരു വിഭാഗങ്ങളിലെയും പ്രമാണിമാരായിട്ടുള്ള, ആ പ്രമാണികൾ വാക്കൽ ഉപയോഗിക്കുന്നില്ല, പക്ഷെ അതിലെ ഇത്തരത്തിലുള്ള ആളുകൾ പടവെട്ടുകയാണ്. അതാണ് EMSന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്. നേതൃത്വത്തിലുള്ള ആളുകൾ ഇത് ഇരു സമുദായങ്ങളും ഗുണം ചെയ്യില്ല, മാത്രമല്ല അതിലെ ദരിദ്രരായ ആളുകൾക്ക് ഇത് ദോഷം ചെയ്യും എന്നാണ്. വർഗപക്ഷപാതിയാണല്ലോ. അപ്പോൾ ഹിന്ദുക്കളിലെ കുറെ പ്രശ്നക്കാർ, മുസ്ലിങ്ങളെ കുറെ പ്രശ്നക്കാർ, അതിന് നേതൃത്വം സേട്ടുവിനെ പോലുള്ള ആളുകളൊക്കെ ഇതിന് കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. വർഗപരമായി അതിലെ കീഴാളരായിട്ടുള്ള ആളുകൾ, ദരിദ്രരായ ആളുകൾക്ക്, പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പ്രശ്നമാണ്. ഇതാണ് EMSന്റെ ആഖ്യാനം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. ഞാനൊരു മതവിശ്വാസി അല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല, പക്ഷേ എന്നാലും ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ നിർദ്ദേശം അതൊരു വലിയ തമാശയാണ്. കേരളം ഇപ്പോഴും പൊട്ടിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു തമാശയാണ്. പള്ളിയും ക്ഷേത്രവും ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചുകൂടെ എന്നാണ് മൂപ്പരുടെ ചോദ്യം. ഒരു ഭാഗത്ത് പള്ളി, മറുഭാഗത്ത് ക്ഷേത്രം വിഷ്വലൈസ് ചെയ്യണം. അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ പള്ളി, താഴെ ക്ഷേത്രം, അല്ലെങ്കിൽ മുകളിൽ ക്ഷേത്രം, താഴെ പള്ളി. ഇനി എന്നാലും തർക്കമൊന്നും തീരില്ല. കെട്ടിടത്തിന്റെ താഴെ പള്ളി വേണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോ മുസ്ലിം അതുമ്പോൾ തർക്കം ഉണ്ടാവും. ഇതൊക്കെ പ്രശ്നമാണ്. അപ്പം ഇതുപോലെ ചെയ്യുക, പ്രശ്നം ഒത്തുതീർപ്പിലെത്തിക്കുകയല്ല, കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കി സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഇവരൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് സേട്ടും കൂട്ടും ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ മൂപ്പരുടെ നിർദ്ദേശം ഇതാണ്, താഴെപ്പള്ളി മുകളിൽ ക്ഷേത്രം. അല്ലെങ്കിൽ ഇതിനെതിരെ ഭീകരമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. കാരണം ഇത് ചോദിക്കുന്നുണ്ട് AKG സെന്ററും പിന്നെ മറ്റേ എന്താ BJPയുടെ പാർട്ടി ഓഫീസും താഴെയും മുകളിലും വെച്ചാൽ പോരെ എന്നുള്ള രീതിയിലൊക്കെ വളരെ വലിയ ആക്രമണം. AKG സെന്റർ അടിയിലും മുകളില് മറ്റേ മതിയോ? അല്ല, ഇനിയിപ്പോ തർക്കം വരികയാണെങ്കിൽ മാരാർജി ഭവൻ താഴെയും AK സെന്റർ മുകളിലും അങ്ങനെ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. ആ സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട് മലപ്പുറത്ത് പൊതുയോഗത്തിൽ വെച്ചിട്ട് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൂപ്പരുടെ നിർദ്ദേശം. ഇത് അദ്ദേഹം പറയുന്ന 1987 അടുത്ത ഘട്ടം 1989 ദേശാഭിമാനി വാരിക ഒക്ടോബർ 1 ഒരു ലേഖനം, ഒരു അഭിമുഖം ഉണ്ടായി. രാമജന്മ പ്രക്ഷോഭത്തെക്കുറിച്ച് EMS നടത്തിയത് ഹമീദ് ചേന്നമംഗലൂർ, IV ദാസ്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നിട്ട് നടത്തുന്ന ഒരു അഭിമുഖമാണ്. ഈ അഭിമുഖം ഇതുപോലെ തന്നെ ശ്രദ്ധയായിട്ടുള്ള അഭിമുഖം.
അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുഗൾ ഭരണകാലത്തെ യാതൊരു ഹിന്ദു ക്ഷേത്രവും മുസ്ലിം പള്ളിയാക്കി മാറ്റിയിട്ടില്ല എന്ന് ചരിത്രബോധമുള്ള ഒരാളും പറയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് അദ്ദേഹം ഇതിലെ ഒരു പാർട്ട് ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിപ്പോൾ സംസാരിച്ച് നമ്മളുടെ സ്വൈര ജീവിതത്തിന് വിഘാതം ഉണ്ടാക്കുമെന്നാണ് ചോദ്യം. മുഗൾ ഭരണകാലത്ത് യാതൊരു ഹിന്ദു ക്ഷേത്രവും മുസ്ലിം പള്ളിയാക്കി മാറ്റിയിട്ടില്ലെന്ന് ചരിത്രബോധമുള്ള ആരും വാദിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ ഒരു പാർട്ട് ആരംഭിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു പ്രശ്നത്തെ ഇപ്പോൾ എടുത്തു കൊണ്ടുവരുന്നത് ശരിയല്ല. പള്ളിയുടെയും അമ്പലത്തിൻ്റെയും പേര് പറഞ്ഞ ആളുകളെ വിരുദ്ധ ചേരിയിൽ നിർത്തുകയാണ് ഈ പറയുന്ന ആളുകളാരൊക്കെ സേട്ടുവിനെ പോലുള്ള ആൾക്കാരും RSSനെ പോലുള്ള ആൾക്കാരും പരസ്പരം രണ്ട് ശത്രുക്കളെ മുമ്പിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അനീതിയാണ്. ഏതാണ് അനീതി? ഈ രണ്ടു കൂട്ടരും തമ്മിൽ തർക്കിച്ച് സാധാരണക്കാരെ പ്രശ്നത്തിലാക്കുന്നത് അനീതിയാണ്. കോടതി ഇടപെട്ട് ഈ പ്രശ്നം തീർക്കണമെന്നാണ് മൂപ്പര് ആഗ്രഹം. മാത്രമല്ല സമുദായങ്ങൾ ഈ പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കണം. നല്ലൊരു നിർദ്ദേശമാണ്. VHP 1000 ക്ഷേത്രങ്ങൾ പള്ളികൾ ക്ഷേത്രമാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച നടത്തുന്നതിനെ കുറിച്ചും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇതിനൊരു തമാശയുണ്ട്. തമാശ പറയുന്നില്ല. EMS പറയുന്നത് മുഗൾ ഭരണകാലത്ത് ധാരാളം ക്ഷേത്രങ്ങൾ പള്ളികളാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ചരിത്രമുണ്ട്. ഈ ചരിത്രം ഇനിയിപ്പോൾ ഈ ചരിത്രം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ബാബറി മസ്ജിദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്താണ് മൂപ്പര് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ബാബറി മസ്ജിദ് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മൂപ്പര് ഈ അഭിമുഖത്തിൽ എവിടെയും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ബാബറി മസ്ജിദ് ഇങ്ങനെ തന്നെ ആവാം എന്നാണ് മൂപ്പരുടെ നിലപാട് എന്നാണ് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുക. അപ്പോൾ ബാബറി മസ്ജിദ് ഇതുപോലെ മാറ്റിയതാണ്. അപ്പോൾ മൂപ്പര് ഫസ്റ്റ് എത്രയുള്ളൂ, ബാബറി മസ്ജിദ് ഇങ്ങനെ മാറിയൊരു കാര്യമാണ്. ഒരു ക്ഷേത്രമായിരുന്നു, അത് പള്ളിയാക്കി മാറ്റി. അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ പറഞ്ഞ് നമ്മുടെ സ്വൈര ജീവിതം തകർക്കണമെന്നാണ് മൂപ്പരുടെ ചോദ്യം. ഇതേ EMSൻ്റെ ആ സ്ട്രീമിൽ വരുന്ന റൊമീല താപ്പർ ഉണ്ട്, അതുപോലെ തന്നെ KN പണിക്കരുണ്ട്. ഈ ഇത്തരം ചരിത്രകാരന്മാരാരും പറഞ്ഞിട്ടില്ല അത് ക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പണിതെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. മറിച്ച് തിരിച്ചാണ് അവരെല്ലാവരും പറഞ്ഞിട്ടില്ല. അതുപോലും EMS അംഗീകരിച്ചിട്ടില്ല. അല്ല, ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇത് പ്രശ്നമായിട്ട് കിടക്കുന്ന ഒരിടമല്ല. ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ശരിക്കും പറഞ്ഞാൽ പള്ളിയായിട്ട് ആരാധന നടന്നിരുന്ന ഒരിടമാണ്. അതെ അതെ. അപ്പൊ പക്ഷെ മൂപ്പര് അതൊരു തർക്കമന്ദിരമായി തന്നെ പറയുകയാണ്. മുഗൾ ഭരണകാലത്ത് ധാരാളം പള്ളികൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പറയുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ ചോദ്യം ചോദിക്കുന്ന രണ്ടുപേരും വേറൊരു രസകരമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതാണ് ചോദ്യം. മൈനോറിറ്റി ഫോബിയ ഉപയോഗിച്ച് ഹിന്ദു വർഗീയവാദികളും, ശ്രദ്ധിക്കണം, മൈനോറിറ്റി കോംപ്ലക്സ് ഉപയോഗിച്ച് മുസ്ലിം വർഗീയവാദികളും സാമുദായിക ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ചു. ഈ പറയുന്ന ചോദ്യം ചോദിച്ച രണ്ടുപേർ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആഖ്യാനത്തിൽ രണ്ടു കൂട്ടരും തമ്മിൽ നടക്കുന്ന ഒരു തർക്കമാണ് ബാബറി മസ്ജിദ് പ്രശ്നം. EMS ഇത് ചോദ്യമായിരുന്നു അവരുടെ. EMS അതിനോട് അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് EMS 87 എടുത്ത നിലപാട്. എന്ന് പറഞ്ഞാൽ 87 വരെ ഇവരുടെ ഒരു പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് പ്രശ്നം യഥാർത്ഥത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളിലെയും കുഴപ്പക്കാരായ ആൾക്കാരും ഉണ്ടാക്കിയ പ്രശ്നമാണെന്നാണ് അവരുടെ നിലപാട്. അല്ലാതെ ഇതൊരു ഹിന്ദു ഫാസിസ്റ്റുകൾ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന മതപരമായ ആക്രമണത്തിൻ്റെ പ്രശ്നമായിട്ട് ഇവർ ഇനി കണ്ടിട്ടില്ല. പിന്നെ വർഗപരമായി ഈ സാധാരണക്കാരെ തകർക്കാൻ വേണ്ടി ഈ പറയുന്ന സേട്ടു സാഹിനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു ആരോഗ്യം. ഇത് രേഖകളാണ്. ഈ രേഖകൾ മുഴുവൻ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും. നമ്മൾ ഈ ഇതിലുപയോഗിക്കുന്ന മിക്കവാറും ഒരെണ്ണം ഒഴിച്ച് ബാക്കി മുഴുവൻ ദേശാഭിമാനിയിൽ നിന്നുള്ള തെളിവുകളാണ്. പുറമെന്നുള്ള തെളിവ് സാകേതം മാത്രമായിരിക്കും. ഞാൻ വ്യക്തമായി പറയട്ടെ. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിക്കുന്നത്. പക്ഷേ അതേസമയം 92 ഡിസംബർ 6 തൊട്ട് മുന്നുള്ള ദിവസങ്ങളിൽ ദേശീയോദ്ഗ്രഥന സമിതി ചേർന്നു. ദേശീയോദ്ഗ്രഥന സമിതിയിൽ ബാബറി മസ്ജിദ് ധ്വംസനത്തിന് തൊട്ട് മുന്നാണ് അതിൽ സുർജിത്താണ് CPMന് വേണ്ടി ഹാജരായത്. അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടൊരു കാര്യം ബാബറി മസ്ജിദ് സംരക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മതേതരത്വം സംരക്ഷിക്കണമെന്നും തൽസ്ഥിതി തുടരാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPMൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ CPM മിക്കവാറും ബാബറി മസ്ജിദ് പൊളിക്കരുത് എന്ന നിലപാടെടുത്ത ആൾക്കാരാണ്. കാരണം അത് നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിന് കോട്ടം തെറ്റുന്നുള്ളതിന് പറഞ്ഞ കാരണം അവരുടെ ഭാഗത്തുള്ള പ്രശ്നം അതല്ല ഇപ്പോഴും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള കുഴപ്പക്കാർക്കിടയിലുള്ള പ്രശ്നമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല അതിൻ്റെ പേരിൽ സമരം നടത്തുന്ന ആളുകളെ കുഴപ്പക്കാരായി ചിത്രീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് CPMൻ്റെ ഈ ദേശീയോദ്ഗ്രഥന സമിതിയിൽ അവർ ആവശ്യപ്പെട്ടത് തൽസ്ഥിതി തുടരാനാണ് ആവശ്യപ്പെട്ടത്, പൊളിച്ചു കളയാനല്ല എന്നുള്ളത് പ്രത്യേകം പറയാം. അവരതിൻ്റെ ആഖ്യാനങ്ങളിലാണ്
ഇതിൻ്റെ മുഴുവൻ കുഴപ്പങ്ങൾ കിടക്കുന്നത്. 95 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിച്ചു, കർഷകർ തകർത്തു, വലിയ ആക്രമണം നടന്നു, ധാരാളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം, നമ്മളതിലേക്ക് കടക്കുന്നില്ല. ഇത് കഴിഞ്ഞ് 93 ഫെബ്രുവരി 26 ചിന്ത വാരികയിൽ, ചിന്ത മാഗസിനിലേക്ക്, അവരുടെ സൈദ്ധാന്തിക പ്രസിദ്ധീകരണമാണ്, അതിലേക്ക് നസീർ എന്ന് പറയുന്ന ഒരാൾ ചോദ്യത്തിൽ CPN നസീർ കോയിലോട് എന്ന് പറഞ്ഞൊരാൾ ഒരു കത്തെഴുതി. ഫെബ്രുവരി ചോദ്യം ഇതാണ്, കത്തിൻ്റെ ഇതാണ്: നിങ്ങൾക്ക് ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിലൊരു ഉറപ്പില്ലായ്മ ഉണ്ടല്ലോ എന്നായിരുന്നു ചോദ്യം. അതായത് നിങ്ങൾ ബാബറി മസ്ജിദ് തൽസ്ഥാനത്ത് നിർമ്മിക്കണം എന്ന വാദഗതി നിങ്ങൾക്കില്ലെന്നും നിങ്ങൾക്ക് അതിലൊരു ഉറപ്പില്ലായ്മ കാണുന്നുണ്ടെന്നാണ് ചോദ്യമായിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളത് അതിനെക്കുറിച്ച് വലിയ ക്യാമ്പയിൻ നടത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ EMS മറുപടി പറഞ്ഞു, അത് ചോദ്യകർത്താവ് തെറ്റാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ കള്ളക്കളി എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോൺഗ്രസ് അതിൽ വളരെ കുറ്റകരമായ ഒരു മൗനം അതിൽ കാണിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറ്റകരമായ മൗനമാണ് ഇതിനൊക്കെ കാരണമായത്. അക്കാര്യത്തിൽ CPM വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, പല കാര്യങ്ങളിലും അവർ ആ കൃത്യത പുലർത്തിയിട്ടുണ്ട് എന്നുള്ള നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി പുനർനിർമ്മിക്കണം എന്നാണ് നമുക്ക് അഭിപ്രായമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ പല വെബ്സൈറ്റിൽ നോക്കുമ്പോൾ ചിലയിടത്തൊക്കെ സുഭാഷ് നൽകിയിട്ടൊരു ലേഖനം പീപ്പിൾസ് ഡെമോക്രസിയിൽ കണ്ടു, അതിലും അവർ ആവശ്യപ്പെടുന്നുണ്ട് പുനർനിർമ്മിക്കൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്യാമ്പയിനായിട്ട് അവരൊരിക്കലും പൊതുസമൂഹത്തിൽ വികസിപ്പിച്ചിട്ടില്ല. അവർ പറയുന്നത് അതേ സ്ഥലത്ത് തന്നെ പള്ളി പൊളിച്ചു കൊടുത്ത് പള്ളി തന്നെ ഉണ്ടാകണം, അമ്പലം വേണമെങ്കിൽ വേറെ സ്ഥലത്ത് ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഈ പൊളിറ്റിക്കൽ പാർട്ടി ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഉത്തരങ്ങൾ നൽകും. നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ ഉത്തരം നൽകും. ഇപ്പോൾ ചിന്തയിൽ നൽകിയ പോലെ ഉത്തരം നൽകും. അതോടൊപ്പം തന്നെ ലേഖനങ്ങൾ എഴുതുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത്തരം പരാമർശങ്ങളുണ്ടാകും. പക്ഷെ ശക്തമായ ക്യാമ്പയിനിലേക്ക് ബാബറി മസ്ജിദ് മുസ്ലിങ്ങളുടേതാണെന്നും അത് പുനർനിർമ്മിക്കണം എന്ന് പറയുന്നൊരു നിലപാട് ഒരിക്കലും എടുത്തിട്ടില്ല. അതിന് പല കാരണങ്ങളാണ് അങ്ങനെ വരാനായിട്ട്. കാരണം അവർ ആദ്യം മുതൽ എടുത്തിട്ടുള്ള നിലപാട് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുന്നത് മുസ്ലിം ആയിട്ടുള്ള കുഴപ്പക്കാരും ഹൈന്ദവരായിട്ടുള്ള ഹിന്ദുത്വരായിട്ടുള്ള കുഴപ്പക്കാരും എന്നുള്ള ഒരു നരേഷൻ അവർക്കുള്ളത്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്, ഏതിന് തെരഞ്ഞെടുപ്പിന് നന്നായിട്ട് ഉപയോഗിച്ചിട്ട് ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഏജൻസിയെ മുസ്ലിങ്ങൾ അതിനുവേണ്ടി സംസാരിക്കുമ്പോൾ അത് അവരൊന്നും ചെയ്യില്ല. മാത്രമല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ മുസ്ലിങ്ങളെ കൊണ്ട് കെട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പരിണിത ഫലമാണ് അവർക്ക് ഈ പ്രശ്നം വ്യക്തതയോട് പറയാൻ പറ്റാത്തത്. കാരണം ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കണം എന്ന് ചില ലേഖനങ്ങളിൽ ചില പരാമർശങ്ങൾ നടത്തല്ലാതെ ശക്തമായ ഒരു ക്യാമ്പയിനായിട്ട് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മാത്രമാണ്. അതിന് ചെറിയൊരു തിരുത്ത് മാത്രമേ ഇതിൽ വരാൻ സാധ്യതയുള്ളൂ. ML പ്രസ്ഥാനത്തിലെ ചില പാർട്ടികൾ ബാബറി മസ്ജിദ് മുസ്ലിങ്ങളുടേതാണ് എന്നും ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്ന് പറയുന്ന നിലപാട് ശക്തമായി മുന്നോട്ട് വെച്ചിട്ട് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പൊതുനിരത്തിൽ ക്യാമ്പയിൻ നടത്തിയത്, പൊതുസമൂഹത്തിൽ ക്യാമ്പയിൻ നടത്തിയത് മുസ്ലിം സംഘടനകളും ഏതാനും ചില നെക്സ്റ്റ് പാർട്ടികളും മാത്രമാണ്. പക്ഷേ CPM ചില ലേഖനങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പറയുമെന്നല്ല അതൊരു ക്യാമ്പയിനായിട്ട് വികസിപ്പിക്കില്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കാരണമാണെന്നാണ് ഇതോടെ. ഇനി മുസ്ലിം നിലപാട് എന്തായിരുന്നു? മുസ്ലിം നിലപാട് എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ കുറച്ച് അജ്ഞരായിരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, കാരണം ഇതിൻ്റെ ധർമ്മശാസ്ത്രപരമായ നിലപാടുകൾ നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ വഖഫ് സ്വത്തുകളോടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ഇസ്ലാമികമായ രീതിയിൽ പള്ളി പോലെയുള്ള പൊതു സംവിധാനങ്ങൾ നൽകുന്ന സ്വത്ത് എങ്ങനെയായിരിക്കുന്നതിനെ കുറിച്ച് ഇസ്ലാമികമായ നിയമങ്ങൾ ഉണ്ട്. ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലായ്പ്പോഴും ഒരു നിയമ രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കൂടിയിട്ടാണ് മുസ്ലിങ്ങൾ ഈ പ്രശ്നത്തെ എല്ലായ്പ്പോഴും അവതരിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യം CPM എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാബറി മസ്ജിദിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കണം, ബാബറി മസ്ജിദ് ഈ ഹിന്ദുത്വർക്കെതിരെ നടപടിയെടുക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. പക്ഷെ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുക എന്നുള്ള പറയുന്ന നിലപാട് മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഏതാനും ചില ML പ്രസ്ഥാനങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഒന്നാം പ്രതിയായിട്ട് നമുക്ക് കാണാൻ പറ്റുക ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ഒന്നാം പ്രതി കോൺഗ്രസ് ആണ്. അതെ, തീർച്ചയായിട്ടും. ഇതിൽ ഒരു അഴകുഴമ്പൻ നിലപാട് എടുത്തു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള പ്രശ്നം. മാത്രമല്ല മുസ്ലിം ഇടപെടലുകളെ പൈശാചികവൽക്കരിക്കുന്നതിലും ഇവർ മുന്നിലാണ്. അപ്പോൾ നമ്മളുടെ പ്രശ്നം ഇതാണ്, ബാബറി മസ്ജിദ് പ്രശ്നത്തെക്കുറിച്ച്
കെ കെ ബാബുരാജ് പറഞ്ഞ ഇതിൽ എന്താണ് പ്രോബ്ലം? കെ കെ ബാബുരാജ് പറഞ്ഞതിലെ ക്രോണോളജിക്കൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നലുണ്ട്. പക്ഷേ സൈദ്ധാന്തികമായി നേരത്തെ അമ്പിയ വായിച്ച ആ ലേഖനത്തിൽ പറയുന്ന, ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്താണ്? അത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണെങ്കിൽ അതിൽ പറയുന്ന ബാബറി മസ്ജിദ് പ്രശ്നത്തെ ഈ മതപ്രശ്നമായിട്ട് മാറ്റുകയാണ്. അപ്പം മതപരമായ വിവേചനത്തെ ചോദ്യം ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിലെ പാർട്ടികളെയും വ്യക്തികളെയും മുഴുവൻ വായടപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പറയുന്ന മതമല്ല പ്രശ്നം എന്ന് പറയുന്നത്. അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് കേരളത്തിലെ ഇപ്പോൾ സഹോദരൻ അയ്യപ്പനൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള, ഒരു നൂറ്റാണ്ട് മുമ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സാഹോദര്യ രാഷ്ട്രീയമുണ്ട്. എങ്ങനെയാണ് സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം ഉണ്ടാവേണ്ടത്, സമുദായങ്ങൾ എങ്ങനെയാണ് സംഘടിതരായി വരേണ്ടത്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള ഐക്യം ഉണ്ടാവേണ്ടത്, അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഐക്യം. അപ്പോൾ ആ രീതിയിൽ ഉയർന്നു വരേണ്ടുന്ന ഒരു രാഷ്ട്രീയം ശരിക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ തുടർച്ച ഒരു പക്ഷേ സഹോദരൻ അയ്യപ്പന് ശേഷം കേരളത്തിൽ ഇല്ലാതെ പോകുന്നത് ഈ രീതിയിലുള്ള മതമല്ല പ്രശ്നം അല്ലെങ്കിൽ ജാതിയല്ല പ്രശ്നം എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ആദ്യം കേൾക്കുമ്പോൾ ഇത് വളരെ പുരോഗമനപരമാണ് എന്ന് തോന്നുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ആ ഒരു രീതിയിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അതുപോലെ തന്നെ വിവിധ കീഴാള ജാതി വിഭാഗങ്ങളുടെയൊക്കെ കർത്തൃത്വത്തെ ഇല്ലാതാക്കുകയും അത് അവരിൽ നിന്ന് എന്താ പറയുക ഏറ്റെടുക്കും ചെയ്തിട്ട് അതിൻ്റെ ഒരു തുടർച്ച ഇല്ലാതെ ആക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ വളരെ സാധാരണക്കാരായിട്ടുള്ള അതുപോലെ ഈ കീഴാള ജാതി വിഭാഗങ്ങളൊക്കെ അധികാര ഘടനകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു നിലയിലേക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മാറ്റിയതിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. അതൊരു വർഗരാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വർഗരാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ജാതി രാഷ്ട്രീയത്തെ അവർ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ജാതിയുടെ പ്രാധാന്യത്തെ മാറ്റി നിർത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കൊടുങ്ങല്ലൂർ നടന്ന സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് തോന്നുന്നു. അതിനെ മാറ്റിവെക്കൽ, അവരുടെ കർത്തൃത്വത്തെ മാറ്റിവെച്ചല്ല, കീഴാളരുടെ കർത്തൃത്വത്തെ മാറ്റി നിർത്തുന്ന ഒരു വലിയ, അതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്. അവർ ഈ വർഗരാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് വെച്ചതാണ്. കേൾക്കുമ്പോൾ പുരോഗമനം എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഫലം എന്നുള്ളത് അത് നമ്മളിപ്പോൾ കണ്ടറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ നടത്തിയ പഠനങ്ങളിലേക്ക് ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ 12% വരുന്ന സവർണർ അധികാരം കൈയാളുന്നു എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായിട്ട് ഒരു മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. എല്ലാ അധികാര ഘടനകളിൽ നിന്നും മുഖ്യധാരയിൽ നിന്നുമൊക്കെ കീഴാളരായിട്ടുള്ള മനുഷ്യരും അതുപോലെ ന്യൂനപക്ഷങ്ങളൊക്കെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സമയമാണിത് എന്നുള്ളതാണ്.